ദിവസങ്ങൾക്കകം ഇറാൻ ഇസ്രായേലിനെ ശക്തമായി ആക്രമിക്കുന്ന സൂചന മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചു. ഇസ്മയിൽ ഹനിയയുടെ വധത്തിന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. രാജ്യത്ത് അവർ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതും റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതും ആക്രമണ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാൻ ശക്തമായി ആക്രമിച്ചേക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസം US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി സംസാരിക്കവെ സൂചിപ്പിച്ചു. US മേഖലയ്ക്ക് പടക്കപ്പലുകൾ അയച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചടിക്കുള്ള നീക്കം ഇറാൻ ഉപേക്ഷിച്ചുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പുതിയ റിപ്പോർട്ട്. ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കാമെന്ന് ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ചാനൽ 13 റിപ്പോർട്ട് ചെയ്തു. പാരീസ് ഒളിമ്പിക്സ് സമാപിക്കുന്നതുവരെ വലിയ ആക്രമണം നടത്തരുതെന്ന ഫ്രഞ്ച് സമ്മർദ്ദമാണ് തിരിച്ചടി വൈകിപ്പിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിൽ ജനങ്ങളും ഭീതിയിലാണ്. മന്ത്രിമാർക്കും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. സ്വിസ് എയർലൈൻസ് സർവീസ് നിർത്തുന്നതായി തിങ്കളാഴ്ച അറിയിച്ചു. ജർമ്മനിയിലെ ലുഫ്താൻസ ടെൽ അവീവ്, ടെഹ്റാൻ, ബെയ്റൂത്ത്, അമാൻ, ഇർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തിയത് ഓഗസ്റ്റ് 21 വരെ നീട്ടി. എയർ ഫ്രാൻസും അതിന്റെ ഉപകമ്പനിയായ ട്രാൻസാവിയയും ബെയ്റൂത്ത് വിമാന സർവീസ് നിർത്തിയത് ഓഗസ്റ്റ് 15 വരെയും നീട്ടി. അതിനിടെ ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ആക്രമണം കനപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള തൊടുത്ത റോക്കറ്റുകളും മിസൈലുകളും അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച സൈനിക താവളത്തിൽ പതിച്ചു. ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 24 മണിക്കൂറിനിടയിൽ 25 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ 39,897 പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 92,152 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് 10,000 ഒഴിയുന്ന ഖാൻ യൂനിസിൽ അതീവ ദയനീയമാണ് സ്ഥിതി. പോകാനിടമില്ലാതെ നടപ്പാതകളിലും തെരുവുകളിലുമാണ് ആളുകൾ അന്തിയുറങ്ങുന്നത്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെയും ഗുരുതര പരിക്കേറ്റവർക്ക് പോലും ചികിത്സാ സൗകര്യമില്ലാതെയും ദുരിതത്തിലാണ് ഗാസക്കാർ. അതിനിടെ US-ഉം ഖത്തറും ഈജിപ്തും ഓഗസ്റ്റ് 15-ന് വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്കു പകരം മെയ് 31-ന് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ഹമാസ് നിലപാട് അറിയിച്ചു. ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബന്ധിമോചനം ഉടൻ സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ പ്രതിഷേധ റാലികൾ അരങ്ങേറി. ബന്ധികൾക്ക് അധികകാലം അതിജീവിക്കാനാവില്ലെന്ന് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ചാനൽ 12 വാർത്ത നൽകിയതിനു പിന്നാലെയായിരുന്നു പടക്കൂറ്റൻ റാലികൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.